ചില സമയങ്ങളിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ചില പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോവും. നമ്മൾ ചെയ്യുന്നത് ശരിയാണോ ശരിയല്ലേ. ചില സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യണതൊക്കെ ശരിയാണ്, നമ്മൾ മാത്രമാണ് ശരിയും. അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് തിരിഞ്ഞു നോക്കി ശ്രദ്ധിച്ചാൽ മതി. നമ്മളാണ് പ്രശ്നമെന്ന് നമ്മളാണ്ട് അംഗീകരിക്കുക. എന്നാലേ നമുക്ക് ഇന്ന് പുറത്തു കിടക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും എതിർത്തുകൊണ്ടേയിരിക്കും. നമ്മളെ ഭാഗത്ത് ഒരു പ്രശ്നമില്ല, നമ്മളാണ് ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മൾ തെറ്റാണെങ്കിലും ശരിയാണെങ്കിൽ കൂടി നമുക്ക് അടുത്തതിലേക്ക് കടക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ചെറിയ സംഭവങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അതിനി എത്രത്തോളം ഇനി പുറത്തേക്ക് അതിന്റെ പ്രൊഡക്റ്റീവ് ആയിട്ട് പുറത്തേക്ക് വരും എന്നുള്ളത് അറിയില്ല. ഒരു ചെയറിൽ അമർന്നിരിക്കാതെ ഇപ്പൊ ഇരിക്കുന്ന രീതിയിലാണെങ്കിൽ കാലെവിടെയോ കയ്യോ. ഇപ്പം ഷൈൻ്റെ മുന്നിൽ തന്നെ മറ്റേ മഴവിൽ മനോരമയിൽ ഒരു കൊച്ച് പെർഫോം ചെയ്ത പോലെ ഫോൺ എവിടെയാണോ കാലെവിടെയാണോ കയ്യോ, ഇത് തന്നെ ഒരുപക്ഷെ ഇപ്പോഴൊക്കെ ഇതൊക്കെ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഈ വ്യത്യാസം വേറെ മനസ്സിലാവുന്നില്ല. നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത നമ്മൾ ഇപ്പൊ ഷൈനിന് നിയന്ത്രണത്തിലല്ലാത്ത ഷൈനിന് അങ്ങനെ കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയങ്ങളിൽ ഞാൻ ഒരുപാട് ഇന്റർവ്യൂസ് കൊടുത്തിരുന്നു. അപ്പൊ എനിക്ക് തന്നെ മടുക്കുന്ന സമയത്ത് നമ്മളെ മടുപ്പിക്കാതിരിക്കാനും ഇന്റർവ്യൂസ് എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ ഞാൻ വളരെയധികം ശ്രമിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ